പി ഒരു പ്രൊജക്ഷൻ ആണെന്നും ഇമേജ് ഓഫ് പി കേർണൽ ഓഫ് പിക്ക് ഓർത്തോഗണലാണെങ്കിൽ പി ഈക്വൽ ടു പി സ്റ്റാർ എന്ന് കാണിക്കണം. ഓർത്തോ പ്രൊജക്ഷൻ ആണെന്ന് കാണിക്കണം. അതിനെന്ത് കാണിച്ചാൽ മതി? ഇന്ന പ്രോഡക്റ്റ് പി എക്സ് വൈ എന്ന് പറയുന്നത് ഇന്ന പ്രോഡക്റ്റ് എക്സ് പി വൈക്ക് ഈക്വൽ ആണെന്ന് കാണിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇന്ന പ്രോഡക്റ്റ് പി എക്സ് വൈയും ഇന്ന പ്രോഡക്റ്റ് എക്സ് പി വൈയും കാണും. അതിന് രണ്ടിൻ്റെ ആൻസർ നമുക്ക് ഇന്ന പ്രോഡക്റ്റ് എക്സ് വൺ വൈ വൺ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഇന്ന പ്രോഡക്റ്റ് പി എക്സ് വൈനെ കാണാം. അപ്പോൾ എക്സിന് എനിക്ക് എക്സ് വൺ പ്ലസ് എക്സ് ടു എന്നും വൈയിന് വൈ വൺ പ്ലസ് എക്സ് ടു എന്ന് എഴുതാൻ പറ്റും. അതിന് ഞാനിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇനി എക്സ് ടു എന്ന് പറയുന്നത് കേർണൽ ഓഫ് പിയിലുള്ളതായിട്ട് എടുക്കാം. ഞാൻ എക്സ് വണ്ണും വൈ വണ്ണും ഇമേജ് ഓഫ് പിയിലുള്ളതായിട്ടും എക്സ് ടുവിനെയും വൈ ടുവിനെയും കേർണൽ ഓഫ് പിയിലുള്ളതായിട്ട് എടുക്കുന്നത്. അപ്പോൾ പി എക്സ് ടുവിനെ എനിക്ക് എങ്ങനെ കിട്ടും? കേർണൽ ഓഫ് പിയിലുള്ളതായതുകൊണ്ട് അത് 0 ആയിരിക്കും. എനിക്കിങ്ങനെ എഴുതാം. ഇനി പി എക്സ് വൺ ഈക്വൽ ടു എക്സ് വൺ ആയിരിക്കും. കാരണം നമുക്കറിയാം നമ്മൾ പി റെസ്ട്രിക്റ്റഡ് ഇ വൺ എന്ന് പറയുന്നത് ഇമേജ് ഓഫ് ഇ വൺ ആണ്. അഥവാ നമ്മൾ ഇ വൺ എന്നൊരു എക്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എക്സ് ഈക്വൽ ടു പി എക്സ് എന്ന് എഴുതാം. ഇത് വെച്ചിട്ട് നമുക്ക് എന്താ പി എക്സ് വൺ എന്ന് പറഞ്ഞാൽ ഇമേജ് ഓഫ് പി, ഇ എന്ന് പറഞ്ഞാൽ ഇ വൺ എന്ന് പറഞ്ഞാൽ ഇമേജ് ഓഫ് പി ആണ്. അപ്പോൾ ഇമേജ് ഓഫ് പിയിൽ നിന്ന് നമ്മൾ എന്തെടുക്കുന്നു? ഒരു എക്സിന് എടുത്തു കഴിഞ്ഞാൽ പി എക്സ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഇന്ന പ്രോഡക്റ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. ഇനി എക്സ് വൺ എന്ന് പറയുന്നത് എവിടെയുള്ളതാണ്? ഇമേജ് ഓഫ് പി. വൈ ടു എന്ന് പറയുന്നത് കേർണൽ ഓഫ് പി. ഇപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ഇമേജ് ഓഫ് പി ഓർത്തോഗണൽ ടു കേർണൽ ഓഫ് പി ആണ്. അപ്പം ഓർത്തോഗണലാണെങ്കിൽ അതിന് ഇന്ന പ്രോഡക്റ്റ് 0 വരും. അപ്പം ഇന്ന പ്രോഡക്റ്റ് പി എക്സ് വൈ ഈക്വൽ ടു ഇന്ന പ്രോഡക്റ്റ് എക്സ് വൺ വൈ വൺ എന്ന് വന്നു. അതേപോലെ ഇനി നമ്മൾ ഇന്ന പ്രോഡക്റ്റ് എക്സ് പി വൈ കാണാം. നമ്മൾ നേരത്തെ പോലെ തന്നെ എക്സ് വണ്ണിനെയും വൈനെയും എക്സ് വൺ പ്ലസ് എക്സ് ടു വൈ വൺ പ്ലസ് വൈ ടു എഴുതി. ഇനി പി വൈ ടു എന്താ? വൈ ടു എന്ന് പറഞ്ഞാൽ കേർണൽ ഓഫ് പിയിലുള്ളതാണല്ലോ. അപ്പോൾ പി വൈ ടു 0 ആയിപ്പോയി. ഇനി ഇതേ ഉള്ളൂ. ഇനി പി വൈ വൺ ഈക്വൽ ടു വൈ വൺ എന്ന് എഴുതാൻ പറ്റും. എന്താ ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് തന്നെ. ഇനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. എക്സ് ടു, ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇന്ന പ്രോഡക്റ്റ് എക്സ് ടു വൈ വൺ എന്ന് പറയുമ്പോൾ കേർണൽ ഓഫ് പിയിലും ഇമേജ് ഓഫ് പിയിലുള്ള ആളായി. അപ്പോൾ ഈ ഇന്ന പ്രോഡക്റ്റ് എന്തായി? 0 ആയിപ്പോയി. അപ്പോൾ നമുക്ക് എക്സ് പി വൈൻ്റെയും പി എക്സ് വൈൻ്റെയും ഇന്ന പ്രോഡക്റ്റ് സെയിം ആണെന്ന് കിട്ടി. ഓക്കെ, അതാണ് നമുക്ക് കാണിക്കേണ്ടിയിരുന്നത്.